സമൂഹത്തിന് നമസ്കാരം. കേരള ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ ഏടുകൾ മറച്ചു നോക്കിയാൽ ആരും അന്താളിച്ചു നിൽക്കുന്നു. അവിശ്വസനീയമായ പലതും അവിടെ കാണാം. പ്രത്യക്ഷ ചെയ്തതായ രാജാവിന് വേണ്ടി രാജാധികാരത്തെ നിലനിർത്തുന്ന നെടും തൂണുകളായ നാടുവാഴികൾക്ക് വേണ്ടി അവരെ തീറ്റിപ്പോറ്റുന്ന ചെറുകൾക്ക് വേണ്ടി ജന്മം തുലച്ച് അധ്വാനിക്കുന്ന ജനത കേവലം ഇരുകാലുമാടുകളായി കഴിഞ്ഞ കാലം. മഹാകവി ജി ശങ്കരക്കുറുപ്പ് വിശ്വദർശനം എന്ന കാവ്യസമാഹാരത്തിലൂടെ ഇരുളടഞ്ഞ ആ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് വെളിച്ചം വീശുന്നു. ആ കവിതയാണ് കഥാപ്രസംഗ രൂപേണ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ചന്ദനക്കട്ടിൽ. വെമ്പന നാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്കൊരു കട്ട് വേണം, കട്ടിൽ കാട്ടിലെ ചന്ദനം തന്നെ വേണം. വെമ്പനാട് ഇന്നത്തെ കോട്ടയം. പണ്ടുകാലത്ത് കാട്ടിൽ കിടക്കാനുള്ള സൗഭാഗ്യം തമ്പുരാട്ടിമാർക്കും തമ്പുരാന്മാർക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് സത്യം. പൊതുജനം നിലത്ത് പാവായിട്ട് കിടന്നു വരണം. അങ്ങനെ കട്ടിൽ കിടക്കാൻ വിധിക്കപ്പെട്ട തമ്പുരാട്ടിക്ക് കട്ടിലില്ലാഞ്ഞിട്ടല്ല, പുതിയ കട്ടിൽ ചന്ദനം കൊണ്ട് തന്നെ ഒന്ന് വേണം. തമ്പുരാട്ടിയുടെ മോഹം പറഞ്ഞു ഉടൻ തന്നെ തമ്പുരാൻ കൽപ്പനയായി. ആരുടെ മേലുദ്ദേശനോട് വരാൻ പറയും. മേലുദ്ദേശനുള്ള കാര്യസ്ഥനാണ്. തമ്പുരാന്റെ കൽപ്പന അറിഞ്ഞുടൻ തന്നെ മേലുദ്ദേശനും മേലോന്മാരും തച്ചന്മാരും ഒക്കെയായി ഒരു വൻ പട വാക്കത്തിയും കോടാലിയും എടുത്ത് തമ്പുരാനെയോ ചാരിച്ച് തൊഴുതിറങ്ങി. ചന്ദ്രപുരം തേടിയറിയുന്ന അവരുടെ മനസ്സ് തമ്പുരാട്ടിയുടെ രൂപഭംഗി തെളിയുകയാണ്. കഴമ്പു കൊണ്ടു കടഞ്ഞതുപോലെ താഹുമൊഴി പൂണ്ട തമ്പുരാട്ടി കാലകിലിന്റെ മനം പുരണ്ടും കണ്ണക്കാലോളം ചുരുണ്ടിരുണ്ടും മുല്ലപ്പൂമാലയോതുന്നുമില്ലും ലല്ല പൊടിയാത്ത തമ്പുരാട്ടി വെമ്പല നാട്ടിലെ തമ്പുരാട്ടി. കുറ്റിക്കാടും വയലും തെങ്ങും കവുവും നിറഞ്ഞു നിൽക്കുന്ന പറമ്പുകളെ താണ്ടി ചന്ദ്രപുരം തേടിയിരുന്ന അവരുടെ ശരീരം തമ്പുരാന്റെ കൽപ്പന ഒഴുകുകയാണ്. തടിമൂത്ത ചന്ദനം കൊണ്ടല്ലാതെ പടിയിലേക്ക് ആരും വരേണ്ട നാളെ തലയും ചുരുങ്ങു തിരിച്ചു ചെന്നാൽ തലയോടുകൂടി വിടില്ലൊരാളെ. നടന്ന് നടന്ന് നേരെ വിളിച്ച് വിശപ്പും ദാഹവും സഹിക്കവേണ്ട നടക്കും. കയ്യിൽ കറിയിരിക്കുന്ന പിടിച്ചോടുന്നതിനായി ഒരു അരുവിയുടെ തീരത്ത് മണത്തടൽ നോക്കിയിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നേ ഒരാൾ ചോദിച്ചു, അതാ അങ്ങോട്ട് നോക്കൂ, എന്താണിത്? ഒരു വിധൽ വക്കിൽ കുറച്ച കാലത്ത് ഒരു മരം ചന്ദനം തന്നെയല്ലേ, പലമരം കണ്ടു തഴക്കമാർന്ന തലകനാശാനി ഇടത് കൈ മെല്ലെ വിലങ്ങനെ വെച്ച് ഇടയിൽ പുളികം ചുളിച്ചു നോക്കി. ഇല്ല, ചന്ദനം തന്നെ. ഇത് കേട്ടപാട് എല്ലാവരും അരുവിയിൽ കൈകടി ആ മരത്തിന് മുന്നിലേക്ക് കുറിച്ചു. ഒരാൾ ഒരു ചെറുചില്ല കൊത്തിയെടുത്ത് മണത്ത് നോക്കി. ഹരി, നല്ല മണം, നറു ചന്ദനത്തിന്റെ തണുത്ത ഗന്ധം. എല്ലാവരും മുണ്ടരയിൽ മുക്കിക്കുത്തി തോളക്കിട്ട് തോർത്തുകൊണ്ടെടുത്ത് തലയിൽ കിട്ടി മരത്തിന് ചുറ്റും നിന്ന് കോടാലി കൊണ്ട് ആകെ ഉണ്ടാകിയപ്പോൾ അത് ഒരു ശബ്ദം, ഒരു കരച്ചിൽ. വെട്ടല്ലേ കുത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കുത്തല്ലേ തച്ചന്മാരെ, വെട്ടല്ലേ കുത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കുത്തല്ലേ തച്ചന്മാരെ. പിന്നെ കോടാലി മതിയില്ല. അവർ നിന്നെടുത്ത് നിന്ന് പരസ്പരം നോക്കി. എന്താണത്? പ്രേമമാണോ? ഹിന്ദുവിനെ ഇഷ്ടപ്പെട്ടതാണോ? നമുക്ക് തിരിച്ചു പോകാം. ഭയമുള്ളവർ പരസ്പരമാണ്. പക്ഷേ ചന്ദ്രപുരമില്ലാതെ എങ്ങനെ അവർ തിരിച്ചു ചെല്ലും? ഞാൻ കേറാം, വരുന്നത് വരട്ടെ. എല്ലാവരും ധൈര്യം പറഞ്ഞു. ഒരു കുട്ടിയുടെ ശബ്ദമാണ് പോകുന്നു. ഇനി വല്ല ഇഷ്ടമറ്റുമാണെങ്കിൽ
ചെമ്പണ്ടിനുള്ളിൽ മിനുക്കി വച്ച ചെമ്പുചമാണിക്യ കല്ലുപോലെ, ആകാശത്തിലെ നക്ഷത്രം പോലെ, ഇരുട്ടിൽ കൊളുത്തി വെച്ച വിളക്ക് പോലെ, ചെമ്പകത്തിന്റെ നറുമുട്ടുപോലെ സുന്ദരിയ. ഈ കുഞ്ഞ് എങ്ങനെ വലുപ്പത്തിലെത്തി? ആരോമൽ കുഞ്ഞിനെ തക്കം നോക്കി ആനരാജി പക്ഷി കൊണ്ടുപോലും, ആ മരപ്പത്തിലിരുത്തിപ്പോലും ഓമനിച്ചങ്ങനെ പോറ്റിപ്പോലും. രാജു കൊണ്ടുവന്ന കുഞ്ഞിനോട് ആ പക്ഷിക്ക് മാതൃനിർവേഷണമായ സ്നേഹം തോന്നി. ആ കുഞ്ഞിനെ പക്ഷി ഓമനിച്ച് ലാളിച്ച് വളർത്തി. രാവിലെ കൂടുവിട്ടിറങ്ങിയാൽ തന്റെ കുഞ്ഞിനുള്ള കായികങ്ങളുമായി ഇരുട്ടുന്നതിന് മുമ്പ് ആ പക്ഷി കൂട്ടിൽ വന്നു ചേരും. ആ കുട്ടിക്കും സ്വന്തം അമ്മയെ പോലെ മാറി ആ പക്ഷി. എങ്കിലും കുഞ്ഞിന് പൊത്തിൽ നിന്ന് പുറത്തുവരുവാൻ ആഗ്രഹമില്ല.